അത് ആക്ച്വലി നമ്മൾ ഭയങ്കര പ്ലാനിങ്ങോട് നടന്നൊരു സംഭവമല്ല. നമ്മൾ പോസ്റ്റ് വെഡിങ് വീഡിയോ എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഓൺ സോങ്ങിൽ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് കാണുന്നതായിട്ടും എൻഡ് ചെയ്യുന്നത് നമ്മളുടെ വെഡിങ് റിയൽ വീഡിയോ വെച്ചിട്ടുമാണ്. ലവ് മാരേജ് ആണ്? ലവ് മാരേജ് ആണോന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്തായിരുന്നു ആ കഥ? ഫസ്റ്റ് ലവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഡു യു ലവ് മീ ചോദിച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ലവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ആണ്, വേറെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇനി എന്തും ഉള്ളൂ. നമ്മൾ 2018 കല്യാണം കഴിഞ്ഞു, 17 ആണുങ്ങളാണ് മറക്കുക. ആദ്യമായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതും ഇന്റർവ്യൂല് റെക്കോർഡ്. അതെ 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 അതെ. 2020 ഫെബ്രുവരി 23 മോൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്രയും നാള് ഞാനിത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് മോള് നിൽക്കാനൊക്കെ പ്രായമായി, ഒരു വയസ്സ് 1.25 അങ്ങോട്ട് ആയി തുടങ്ങിയപ്പം ഞാൻ ഈ ഡ്രസ്സ് ഞാൻ തന്നെ സംസീർക്ക് കാണാതെ വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ഞങ്ങൾ കാലിക്കറ്റ് ഒരു റിസോർട്ടല്ല ഒരു സ്റ്റേക്കേഷൻ സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് സംസീർക്കാനെ ചായ കുടിക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. റെഡി ആയിട്ട് സംസീർക്ക പിന്നെ വരുമ്പം കാണുന്നത് ഞാനും ആ ഗൗൺ ഇട്ട് വെഡിങ് ഡ്രസ്സ് ഇട്ട് ഐഷുമ്മയും ആ കുഞ്ഞ് മിനിയേച്ചർ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാ. എന്ത് സംഭവം അറിയോ, സമയം കുറേ ആയി, സാമിക്കാനെ വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ഇപ്പൊ ശരിക്കും എനിക്കാ കിട്ടിയത്. ഇതിന് ബാക്കി വേർഷൻ ആ കാണുന്ന തൊട്ട് പറയൂ. എന്നെ ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സിൽ കാണുമ്പോൾ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയും. ഇത് നേരെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഐഷുമാന്ന് പറഞ്ഞു ഐഷുവിനെ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാനിവിടെ എന്താ, ഞാൻ ആരാ ചേട്ടാ, ഞാൻ പൊട്ടനാ? കണ്ടോ, വന്നിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നിട്ട് എടുത്തതും ഉമ്മ എടുത്തതൊക്കെ ഐശ്വര്യ, എനിക്കൊന്നും ഹാപ്പി ആനിവേഴ്സറി. ഇതായിരുന്നു സെറ്റപ്പ്. പിന്നെ എൻ്റെ ഫാദർ വാപ്പച്ചി നന്നായി പാടുമായിരുന്നു. വാപ്പച്ചി ഉള്ള സമയത്ത്, ഇപ്പം ഇല്ല, ഉള്ള സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നന്നായി പാടുന്ന കലയെ സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടെങ്കിൽ പറഞ്ഞേ, ഓ ലക്കി ഗേൾ. ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ അച്ഛനായിട്ടായിരിക്കും ഭയങ്കര കണക്ഷൻ ഉണ്ടാവാന്ന് പറയും. ഇവിടെ വന്നപ്പോ എനിക്ക് കൺഫ്യൂസ് ചെയ്ത് ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യ കണക്റ്റഡ് ആയിട്ടുള്ളത് ആണല്ലേ? അത് അവളുടെ അഭിനയം മാത്രമാണ്. വന്നോ സർപ്രൈസ്? ഇതാണല്ലേ നമ്മള് കുറെ പേര് കാണാൻ കാത്തിരിക്കുന്ന സംഭവമാണ്. നമ്മുടെ ലൈഫ് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവര് റൂൾ ചെയ്യും. ഞങ്ങളിപ്പോ ശരിക്കും അവൾ അങ്ങോട്ടേക്ക് റൂൾ ചെയ്യും, ഞങ്ങൾ അങ്ങനെ ആ ഒഴുക്കിൽ അങ്ങനെ പോകും. 100% നമ്മള് ഭയങ്കര ഷിഫ്റ്റ് ആണത്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. യൂട്യൂബ് വീഡിയോയിലൂടെയും കോണ്ടന്റ് ക്രിയേഷനിലൂടെയും മ്യൂസിക് വീഡിയോസിലൂടെ ഒക്കെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു ഫാമിലിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരുടെ ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സംസീർക്ക ആൻഡ് ഐഷക്കുട്ടി. സ്വാഗതം. താങ്ക് യു. പക്ഷേ ഒരാൾ ഇവിടെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണ്. ഇവിടെ പോയി ഇപ്പൊ വരാന്ന് പറഞ്ഞതാണ്. കുറച്ചു നേരമായി വരാന്ന് പറയുന്നു, കാണുന്നില്ല. എവിടെയാ? ഒന്നുമില്ല, നമ്മുടെ ചിക്കുവിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു. നമ്മുടെ ചിക്കുവിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂ വന്നപ്പോ ഇങ്ങനെ ഒരു വെൽക്കം. ആണോ? സർപ്രൈസ് ചേച്ചി നോക്കിക്കോളൂ കേട്ടോ, സർപ്രൈസ് തീരെ നോക്കിക്കോളൂ കേട്ടോ. നീ ഇങ്ങോട്ട് വാ. വന്നോ സർപ്രൈസ്?
ഷെബു നമ്മൾ കുറെ പേര് കാണാൻ കാത്തിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഒരിക്കൽ കൂടെ 3 പേരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. സത്യത്തില് നിങ്ങളുടെ ഇന്റർവ്യൂക്കായിട്ട് ഓൾറെഡി ഇപ്പം മ്യൂസിക് വീഡിയോസ് ചെയ്യുന്നുണ്ട് ആൻഡ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. സത്യത്തില് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആളുകൾക്ക് അത് ഇഷ്ടമാവുന്നുണ്ട്. ഈ ഒരു ഇത്ര വർഷത്തിനിടയിൽ ആളുകളുടെ ഒരു സ്നേഹം കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അത് ശരിക്കും എങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യണേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ പ്ലാൻ ചെയ്ത് വന്ന ആൾക്കാരല്ല. ഞങ്ങൾ പുറത്തായിരുന്നു. അവിടുന്ന് മോള് ജനിച്ചതിന് ശേഷം കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമുക്കൊരു ചാനൽ തുടങ്ങി, ചെറിയ ചെറിയ കണ്ടൻസും ഫോട്ടോസും ഇട്ട് തുടങ്ങി. ഇവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്തു. അവിടുന്ന് നമ്മൾ ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ UK-ലായിരുന്നു. അപ്പോൾ കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. ആ സമയത്ത് നാട്ടിൽ പോയിട്ട് ഒരു 6 മാസം നിൽക്കാം എന്നുള്ളൊരു പ്ലാനോട് കൂടി വന്ന ആൾക്കാരാണ്. 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാന്നുള്ള രീതിയിൽ വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ സീനാകെ മാറി. അതെ, നമ്മൾ പുറത്തിറങ്ങുമ്പം ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പം എന്താ പറയുക, ആ ഒരു കുടുംബത്തിലെ അംഗം പോലെ കണ്ടിട്ട് വന്ന് സംസാരിക്കുന്ന, നമ്മളോടൊപ്പം നമ്മളെ പരിചയപ്പെടുന്ന, അവരെ പരിചയപ്പെടുത്തി തരുന്ന, പിന്നെ നമ്മളോട് ഫോട്ടോ എടുക്കുന്ന, അതൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. അത്രയും ഒരു സ്നേഹം കാണുമ്പം അതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ ഈ ഒരു സ്നേഹം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ആ കാര്യത്തിൽ. സത്യം, ഭയങ്കര സന്തോഷമാണ്. ഈ ഇപ്പം വീഡിയോസിൽ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ആദ്യം അപ്ലോഡ് ചെയ്തത് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഓൺ മ്യൂസിക് ആണ്. സത്യത്തിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മ്യൂസിക് ചെയ്ത് നിങ്ങൾ തന്നെ ഓൺ ഒരു സോങ് ഇറക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. ആ പാട്ട് 2 പേരും സംഗീതം ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നറിയാം, സിംഗർ ആണെന്ന് എനിക്കറിയാം. എങ്കിൽ അതെങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്? അത് ആക്ച്വലി നമ്മൾ ഭയങ്കര പ്ലാനിങ്ങോട് നടന്നൊരു സംഭവമല്ല. നമ്മൾ പോസ്റ്റ് വെഡിങ് വീഡിയോ എല്ലാവരും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഓൺ സോങ്ങിൽ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ വന്നു. നമുക്ക് അതിൻ്റെ വീഡിയോ ആണെങ്കിലും അതിൻ്റെ ലിറിക്സും എല്ലാ കാര്യവും നല്ല രീതിയിൽ വന്ന് യൂട്യൂബിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഷെയർസും കാര്യങ്ങളും വന്നിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് കാണുന്നതായിട്ടും എൻഡ് ചെയ്യുന്നത് നമ്മളുടെ വെഡ്ഡിങ് റിയൽ വീഡിയോ വെച്ചിട്ടുമാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് അത് ലിറിക്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ്, പാടിയത് സംസാരിക്കാനാണ്. പിന്നെ നമ്മൾ UK-ന്ന് ഷൂട്ട് ചെയ്തു, നാട്ടിൽ നിന്നും കുറച്ച് ഷൂട്ട് ചെയ്തു. റിയൽ ഫൂട്ടേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ഒരു ഓൺ സോങ് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഫസ്റ്റ് സോങ് അതാണ്. അതും അത്രയധികം ആളുകൾ ഏറ്റെടുത്തു ആദ്യ വീഡിയോ തന്നെ. എനിക്ക് തോന്നുന്നു മലയാളികളെ ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ തമിഴ്നാട്ടിൽ അത് ഭയങ്കര, അത് ഏതായിരുന്നു ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, നമ്മളുടെ ഒരു വീഡിയോന്റെ ഇനീഷ്യൽ ക്ലിപ്പ് എടുത്തിട്ട് വേറെ പാട്ടുകളിലും ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ലൈക്ക് അതങ്ങനെ സ്പ്രെഡ് ആയി പോയിരുന്നു. തമിഴ് സോങ്ങില് ഇട്ടിട്ട് മൊരട്ട സിംഗിള് ആ പാട്ടിന് ആ വീഡിയോ ഇട്ടിട്ട് അതിപ്പോഴും എന്റെ പേജിൽ 1 മില്യൺ ലൈക്കിൽ ഇപ്പൊ കിടപ്പുണ്ട്. ഒരു പേജിൽ ആരോ ഷെയർ ചെയ്തിട്ട് എന്നെ കൊളാബ് ചെയ്തു. ഞാൻ നോക്കിയപ്പോ 1 മില്യൺ ലൈക്ക് ഉണ്ട് ആ വീഡിയോ. അങ്ങനെ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങൾ 2 പേരും നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം. പാട്ടാണ്, എനിക്ക് തോന്നുന്നു പാട്ടാണോ നിങ്ങളെ കണക്ട് ചെയ്തത് എന്ന് എനിക്കറിയാം ഒരു ക്യൂരിയോസിറ്റി. ശരിക്കും എന്താണ് നിങ്ങളെ കണക്ട് ചെയ്തത്? പാട്ട് തന്നെയാണോ? പാട്ടാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാര്യം സംസീറിക്കയുടെ പാട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ കുറെ കവേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വലിയൊരു ഫാൻ ആയിരുന്നു. ലവ് മാരേജ് ആണ്? ലവ് മാരേജ് ആണോന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്തായിരുന്നു ആ കഥ? നിങ്ങൾ ഒന്നിക്കുന്ന ഒരു കഥ എന്തായിരുന്നു? എന്താ പറയുക, കോമൺ ആയിട്ട് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് നമ്മൾ കണക്റ്റ് ആകുന്നത്, ടു ബി ഓണസ്റ്റ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ട്സായി. പിന്നെയാണ് കല്യാണത്തിലേക്ക് ഇതിലേക്കൊക്കെ പോകുന്നത്. ഭയങ്കര വലിയ ലവ് സ്റ്റോറി ഒന്നും ഇല്ല. കല്യാണത്തിന് ശേഷം പ്രണയിച്ചു? അങ്ങനെയും പറയാം. അല്ല, ശരിക്കും നേരത്തെ ചോദിച്ചതുപോലെ പാട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പാടുന്നല്ലോ, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ ഫാദർ വാപ്പച്ചി നന്നായി പാടുമായിരുന്നു. വാപ്പച്ചി ഉള്ള സമയത്ത്, ഇപ്പം ഇല്ല, ഉള്ള സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നന്നായി പാടുന്ന കലയെ സ്നേഹിക്കുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് വാപ്പ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും വാപ്പയുടെ ഒരു ആഗ്രഹം
എനിക്ക് നടന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഉണ്ടെങ്കിൽ പറഞ്ഞേ ഓ ലക്കി ഗേൾ. ശരിയാണ്. അതെ 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 അതെ, അതിലൊരു മാറ്റവും അവളെ ഏതായാലും പറയില്ല, ഞാൻ സ്വന്തമായിട്ട് പറയട്ടെ. എങ്കിലും ഈ കല്യാണം എന്നൊരു കല്യാണം കഴിക്കാം എന്നൊരു തീരുമാനത്തിൽ എത്തുന്ന സമയത്ത് എങ്കിലും നമുക്കൊരു പാട്ടൊരു ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ ക്യാരക്ടറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? ഭയങ്കര ക്ഷമയാണ്, ഭയങ്കര പേഷ്യൻസ് ആണ് എനിക്കില്ലാത്തതും. അല്ല, ഇവള് ഭയങ്കര കെയറിങ് ആണ്. എന്താ പറയാ, അതാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം. ഭൂമി കുലുങ്ങിയാലും ആള് കൂളാണ്. ഞാൻ നേരെ തിരിച്ചാ, ചെറിയൊരു സൈറൻ കേട്ടാ മതി ഞാൻ പാനിക്കാവും. സംസാരിക്ക ഇറ്റ്സ് ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇത് വന്നാ ഇത്രേ വരുള്ളൂ, അതിനെന്താ സാരമില്ല. ഞാൻ ഫ്ലൈറ്റിലൊക്കെ പോണ സമയത്ത് എനിക്ക് ആദ്യമേ ഒന്നും പേടിയില്ലായിരുന്നു. ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കറിയില്ല, ആഫ്റ്റർ ഡെലിവറി പേടിയാണ്. അപ്പോൾ മൂപ്പരാൾ ഇനി ടർബുലൻസ് ഒക്കെ വന്നാലും ഇനി അതല്ല ഇനി എന്ത് പ്രശ്നം വന്നാലും ആള് ഭയങ്കര കൂളാണ്. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സംസാരിക്കയുടെ ക്യാരക്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്ത് പ്രശ്നം വന്നാലും ആള് കൂളാണ്, ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യും. എനിക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, ആ ഒരു കോംബോ ആണ്. നിങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മൂഡ് മാറും. ഞാൻ ആംബിവേർട്ട് ആണ് ആക്ച്വലി. ഓക്കെ. പിന്നെ പെട്ടെന്ന് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ആവും, നല്ലോണം സംസാരിക്കും. സോഷ്യൽ എനർജി പെട്ടെന്ന് ഡൗൺ ആവുകയും ചെയ്യും. ഇരുന്ന ഇരിപ്പിന് സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെയാവും, ഇങ്ങനെ ഇരുന്നാൾ ഇങ്ങനെയാവും. എന്താന്ന് റീസൺ ചോദിച്ചാൽ എനിക്ക് അറിയണ്ടാവില്ല പറയാൻ. ഓക്കെ. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്തു, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ ഭയങ്കര ഒരു സ്നേഹപ്രകടനം ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. നമ്മൾ ഒരു തവണ കണ്ടാലും നമുക്ക് ആളെ ഭയങ്കരമായിട്ട് മറക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു തോന്നി. ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും, അതേപോലെ പണിയും കിട്ടും. പണികൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. പരിപാടിയാണ്. പണികൾ ഏറ്റുവാങ്ങാൻ ഇനിയും എന്റെ ജീവിതം ബാക്കിയാണ്. പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവും എല്ലാവരുമായിട്ടും. ഈ ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരാളുകൾ, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കഥയുണ്ടാവും, ഞാൻ എപ്പോഴും പണി വാങ്ങി കൂട്ടും ഈ ഒരു കാരണത്തില്, പക്ഷെ പിന്നീട് ഭയങ്കര കുറച്ച് സൗഹൃദമായിട്ട് പിന്നീട് മാറും എന്നൊക്കെ. അത് പഠിച്ച ആൾക്കാര്, ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ അത് പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അതാണ് എന്റെ അവസ്ഥ. ശരിക്കും നമ്മളിപ്പോ യൂട്യൂബ് വീഡിയോസിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നിങ്ങളെ രണ്ടുപേരും നമുക്ക് അറിയാം. ശരിക്കും നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? ഇന്റർവ്യൂ കാണുന്നവർക്ക് അറിയണമെന്നുണ്ട്, ശരിക്കും എന്താണ് ജോലി, എന്താണ് ചെയ്യണേ, ശരിക്കും എന്താ പഠിച്ചേ, ആരാണ് നിങ്ങൾ? ഞാൻ ആക്ച്വലി ഒരു ടെലികോം പ്രൊഡക്റ്റ് മാനേജറാണ്. UK ഓൾമോസ്റ്റ് 8 years ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ബൈ പ്രൊഫഷൻ ഒരു ടെലികോം പ്രൊഡക്റ്റ് മാനേജറാണ്. UK US വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ബൈ പാഷൻ ഒരു സിംഗറാണ്. നമ്മൾ സ്കൂൾ ടൈമിലെ പാടുന്നുണ്ട്, ഇവൻസുകളിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. റിയാലിറ്റി ഷോ വിന്നറാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഡിഗ്രി ചെയ്തത്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, ഒരു റിയാലിറ്റി ഷോ വിന്നറായിരുന്നു. അത് കഴിഞ്ഞിട്ട് UK മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയിട്ട് പിന്നെ അവിടെ സെറ്റിൽ ആയതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഫാഷൻ ഡിസൈനറാണ് ബൈ പ്രൊഫഷൻ. ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി പഠിച്ചു. ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. നാട്ടിൽ ഒട്ടുമിക്ക ചാനൽസിൽ വർക്ക് ചെയ്തിരുന്നു ബിഫോർ മാരേജ്. പിന്നെ സെലിബ്രിറ്റീസിന് ഡിസൈൻ ചെയ്യാൻ, ഔട്ട്ഫിറ്റ് ചെയ്യാനും സ്റ്റൈലിങ് ചെയ്യാനും ഒക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് കുറേ സെലിബ്രിറ്റീസിന്. പിന്നെ കല്യാണം കഴിഞ്ഞു, UK പോയി, അവിടെ ബ്യൂട്ടി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നു, നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോകുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. ഇപ്പം ഈ സിംഗറാണ്, ഓൾറെഡി വിന്നറാണ് ഒരു റിയാലിറ്റി ഷോയുടെ. ആൻഡ് ഈ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ നമ്മുടെ പാഷനും കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല സത്യത്തിൽ. കാരണം അത്രയും നമ്മൾ 100% ഇടണം, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം. അതെങ്ങനെയാണ് രണ്ടും മാനേജ് ചെയ്തു പോകുന്നത്? മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട്, മനസ്സിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നു അപ്പോൾ അതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ UK വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ വീക്കെൻഡ്സിലൊക്കെ കവേഴ്സായിട്ടും നമ്മളുടെ സോങ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഷോസ് ചെയ്യുമ്പോൾ മാക്സിമം അതിലേക്ക് ഇൻപുട്ട് ഇടാനും, അങ്ങനെ മാക്സിമം എപ്പോഴൊക്കെ നമുക്ക് പറ്റും അപ്പോഴൊക്കെ അത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് വന്നാലും നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, അത് എന്താ പറയുക, അത്രയും ഡീപ്പായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ചതിലേക്ക് തന്നെ എങ്ങനെയെങ്കിലും വരും. അതാണ് ഫസ്റ്റ് ലവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഡു യു ലവ് മീ ചോദിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ലവ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
മ്യൂസിക്കാണ്, വേറെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇനി എന്തുള്ളൂ. ഓക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്താ അത്ര തന്നെ ഫോക്കസ്ഡ് അല്ല ടു ബി ഓണസ്റ്റ്. ബട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും കവേഴ്സായിട്ടും നമ്മുടെ 2-3 സോങ്സ് നമ്മൾ ഒറിജിനൽ സോങ്സ് വരുന്നുണ്ട്, അതിന്മേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തീർക്കുന്ന ഇപ്പോൾ 3-4 മാസം എടുക്കുന്നുണ്ട്. അതാണ് സത്യം. എസ്പെഷ്യലി മോളുടെ കാര്യം, നമ്മുടെ ബിസിനസ്, കണ്ടന്റ് ക്രിയേഷൻ, പിന്നെ വർക്ക്, വീട്ടിലെ കാര്യങ്ങള്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പം ഈ പറഞ്ഞ പ്രയോറിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. എന്നാലും ചെയ്യുന്നുണ്ട്, ഷോസ് ചെയ്യുന്നുണ്ട്, ഇനി ഉഷാറായി ചെയ്യണമെന്നുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഷോസ് ആണെങ്കിലും നമ്മുടെ ഓൺ സോങ്സ് ആണെങ്കിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. സാം ദസീർ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്, അപ്പം അതിൽ ഷോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പോ ഷോസ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നിടത്തൊക്കെ നമ്മള് ലൈക്ക് അവര് പെർഫോം ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഓൺ സോങ്സ് ഓൾറെഡി ഹിറ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്രതീക്ഷയാണ് നിങ്ങൾ ഇനിയും ചെയ്യുന്നത് അടിപൊളിയായിരിക്കുന്നത്. ആ പ്രതീക്ഷ എപ്പോഴും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആവാറുണ്ടോ? അങ്ങനെ ഇല്ല. ഞങ്ങൾക്ക് നല്ല നല്ല കോണ്ടന്റ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റി മോള് വന്നതിന് ശേഷം അവളുടെ കാര്യങ്ങളിലായി കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ അങ്ങനെ ചേഞ്ച് ആയതുകൊണ്ടുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആക്ച്വലി ടെൻഷനും അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തിട്ട് എത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മുകളിൽ ടെൻഷനൊന്നും ഇല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, സത്യം അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കുന്നുള്ളത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നു 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാന്ന് തോന്നുന്നു. സമയക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാണ്. സത്യത്തില് അത് കല്യാണത്തിന് മുമ്പേ ആലോചിച്ചൊരു കാര്യം അത് നടത്താന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാണുന്നത്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഭയങ്കര സർപ്രൈസിങ് ആയി ഞങ്ങൾക്കും. അത് ഭയങ്കര ഇമോഷണൽ എടുത്തു. ശരിക്കും ആ ഒരു സർപ്രൈസ് എങ്ങനെയായിരുന്നു ഒരു പ്ലാനിങ് ഒക്കെ? എനിക്ക് ബേബീസ് എന്ന് പറഞ്ഞാല് ജീവനാ. സത്യം പറഞ്ഞാല് എനിക്കൊരു 10 പെൺകുട്ടികൾ വേണം, അത് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ബേബീസ്, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഇഷ്ടമാണ്. പക്ഷേ എസ്പെഷ്യലി ഗേൾസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഞാനാണ് ഡിസൈൻ ചെയ്തത്. ഒരു പീച്ചിഷ് ഗോൾഡൻ ഗൗൺ ആയിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽ ഞാൻ എടുത്ത സമയത്ത് ഒരു 1.5 മീറ്റർ 2 മീറ്റർ ഇല്ല 1.5 മീറ്റർ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഉറപ്പില്ല എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവുമോന്നോ, അതിനി ഉണ്ടാവുന്നത് ബോയ് ആണോന്നോ, കുട്ടി ഉണ്ടാവുമോ, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്ന് ഞാനത് എടുത്തു വെച്ചു, ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്തു വെച്ചു. നമ്മൾ 2018 കല്യാണം കഴിഞ്ഞു, 17 ആണുങ്ങളാണ് മറക്കുക. ആദ്യമായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതും ഇന്റർവ്യൂവിൽ റെക്കോർഡ്. അതെ 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 അത് രക്ഷപ്പെട്ടു. 2017 ജൂൺ 1 കല്യാണം കഴിഞ്ഞു. ജൂലൈ 1 കല്യാണം, എല്ലാം തെറ്റുവാണല്ലോ. ജൂലൈ 1 കല്യാണം കഴിഞ്ഞു. 2020 ഫെബ്രുവരി 23 മോൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്രയും നാള് ഞാനിത് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് മോള് നിൽക്കാനൊക്കെ പ്രായമായി, 1 വയസ്സ് 1.25 അങ്ങോട്ട് ആയി തുടങ്ങിയപ്പം ഞാൻ ഈ ഡ്രസ്സ് ഞാൻ തന്നെ സംസീർക്ക് കാണാതെ വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ഞങ്ങൾ കാലിക്കറ്റ് ഒരു റിസോർട്ടല്ല ഒരു സ്റ്റേക്കേഷൻ സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് സംസീർക്കാനെ ചായ കുടിക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞങ്ങൾ റെഡിയായിട്ട് സംസീർക്ക പിന്നെ വരുമ്പം കാണുന്നത് ഞാനും ആ ഗൗണിട്ട് വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ട് ഐഷുമ്മയും ആ കുഞ്ഞ് മിനിയേച്ചർ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതാണ്. എന്ത് സംഭവം അറിയോ, സമയം കുറേ ആയി, സാമിക്കാനെ വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ഇപ്പൊ ശരിക്കും എനിക്കാ കിട്ടിയത്. കണ്ടോ, വന്നിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നിട്ട് എടുത്തതും ഉമ്മ എടുത്തതും ഒക്കെ ഐഷു, എനിക്കൊന്നുമില്ല. ഹാപ്പി ആനിവേഴ്സറി. ഇതായിരുന്നു സെറ്റപ്പ്. ഇതിന് ബാക്കി വേർഷൻ കാണുന്ന തൊട്ട് പറയൂ. അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കില്ല. ഇപ്പോൾ ആനിവേഴ്സറി ആണെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു
ഇതുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ എക്സ്പെക്റ്റഡ് ആയിരിക്കുമല്ലോ. പിന്നെ അങ്ങനെ ഒരു സംഭവം കൂടി ഒരു സ്റ്റേക്കേഷൻ പോലത്തെ, ഐ മീൻ ഒരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലത്തായിരുന്നു സംഭവം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എനിക്ക് ആളറിയുന്നതുകൊണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഭയങ്കരമായിട്ടും നമ്മൾ ടച്ച് ചെയ്യുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് നമ്മളെ മോള് വന്നതും, പിന്നെ കല്യാണത്തിന്റെ ദിവസം പറയുന്നതും. അതും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മളെ മനസ്സിൽ നിൽക്കുന്ന ഒരു സാധനമാണല്ലോ ഈ രണ്ടും. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഇതായിരുന്നു അത്. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. മോളേല് ആ ഒരു ഇതിൽ കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്നെ കണ്ടതിനേക്കാളും ഫസ്റ്റ് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഞാൻ അത് മറക്കൂല. വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ ചെയ്യാ, ഞാൻ വെച്ചാൽ എന്നെ ആ ഡ്രസ്സിൽ കാണുമ്പോൾ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയും. ഇത് നേരെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഐഷുമാന്ന് പറഞ്ഞു ഐഷുവിനെ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാനിവിടെ എന്താ, ഞാൻ ആരാ ചേട്ടാ, ഞാൻ പൊട്ടനാ, അങ്ങനെ നിന്നു. എന്റെ അടുത്ത് വന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ 2017 ആ ഡ്രസ്സിൽ നമ്മൾ കണ്ടതാണല്ലോ. കുഞ്ഞിനെ കാണുന്നത് അപ്പോഴാണ്, ആദ്യമായിട്ട് കാണുന്നതല്ലേ. അപ്പൊ ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു അത്. സ്റ്റിച്ച് ചെയ്ത് അവൾക്ക് ഇട്ട് കൊടുത്ത ആ സമയം മുതൽ ആ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യില്. ഞാൻ ഇരുന്ന് കരഞ്ഞോണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. സന്തോഷം കൊണ്ട് കേട്ടോ, വേറൊന്നുമല്ല, ആ സന്തോഷം കൊണ്ടുള്ളൊരു കാര്യം. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ബേബി ഗേൾ വരാനായിട്ട്. ഇപ്പൊ പെൺകുട്ടി വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. ഒരു പെൺകുട്ടിയുടെ അമ്മയായ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു മകളായിട്ട് ഒരാൾ വരുമ്പോഴാണ് അതിനുശേഷം ലൈഫ് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? നമ്മുടെ പ്രയോറിറ്റി കംപ്ലീറ്റ്ലി മാറും. മറ്റേത് നമ്മൾ മാത്രം നമ്മുടെ ലൈഫ് തോന്നുമ്പോൾ എണീക്കുക, തോന്നുമ്പം ഇഷ്ടമുള്ളത് ചെയ്യുക, പോവുക, വരിക. ഇതങ്ങനെ അല്ലല്ലോ. നമ്മുടെ ലൈഫ് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവര് റൂൾ ചെയ്യും. ഞങ്ങളിപ്പോൾ ശരിക്കും അവൾ അങ്ങോട്ടേക്ക് റൂൾ ചെയ്യും, ഞങ്ങൾ അങ്ങനെ ആ ഒഴുക്കിൽ അങ്ങനെ പോകും. 100% നമ്മള് ഭയങ്കര ഷിഫ്റ്റാണത്. കല്യാണം കഴിയുമ്പോഴേ ഒരു ഷിഫ്റ്റാണ്, പിന്നെ ഒരു ബേബി വരുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റാണ്. എനിക്ക് കണ്ട വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൽഫ്ലെസ് പേഴ്സണായിട്ട് മാറും. ആദ്യം എനിക്ക് എന്നെ ഉറക്കത്തുനിന്ന് വിളിച്ചാൽ ഞാൻ എണീക്കൂല, നമ്മളുടെ സമയത്തിന് സൗകര്യത്തിന് എണീക്കുക, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. മോള് വന്നതിന് ശേഷം അവളൊന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ ചാടി എണീക്കും. അപ്പോൾ അതാരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ബട്ട് അത് ഓട്ടോമാറ്റിക്കലി സെൽഫ്ലെസ് ആയിട്ട് പോകും. നമ്മൾ അങ്ങനെ ആയി പോകും ഓട്ടോമാറ്റിക് എന്നുള്ള. നമ്മളുടെ പാരന്റ്സിനോട് തന്നെ ഭയങ്കരമായിട്ട് നമുക്കൊരു ബഹുമാനവും ഇഷ്ടമൊക്കെ തോന്നുന്നൊരു മൊമെന്റ് കൂടിയാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സ് ആകുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ, അത് പിന്നെ നമ്മൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ 6 മാസം 1 ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്രൂഷ്യൽ ടൈം ആണല്ലോ. അപ്പൊ നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ UK ആയതുകൊണ്ട് നമ്മൾ തന്നെ ആയിരുന്നു മോസ്റ്റ്ലി എല്ലാത്തിനും. നമുക്ക് അതിനകത്ത് എനിക്കൊരു ഭാഗ്യം എന്ന് എനിക്ക് ഫീൽ ചെയ്തത്, ഞങ്ങൾക്ക് ജെൻഡർ ആദ്യമേ അറിയാൻ പറ്റി. ഇവിടെ ആണല്ലോ ആ പ്രശ്നമുള്ളത്. ഞങ്ങൾക്ക് ജെൻഡർ അറിയാൻ പറ്റി. പിന്നെ ഡെലിവറി സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു അമ്മ കടന്നു പോകുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി കണ്ടു മനസ്സിലാക്കി. അതിൻ്റെ സപ്പോർട്ട് എനിക്ക് അന്നും ഇന്നും എപ്പോഴും ടിൽ നൗ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതിപ്പം കോമൺ ആയി വന്നത്. 5 വർഷം മുന്നേ അതില്ല. 5 വർഷം വളരെ കുറവാണ്. ഇപ്പൊ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ അവിടെ വളരെ കോമൺ ആണ് അത്. പിന്നെ നമ്മള് ഹസ്ബൻഡ് അല്ലെങ്കിൽ ആരാണോ കൂടെ കംഫർട്ടബിൾ ആരാണോ കൂടെ കയറാം, നമ്മൾക്ക് കൈ പിടിച്ചിട്ട് അവിടെ നിൽക്കാം. ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ അച്ഛനായിട്ടായിരിക്കും ഭയങ്കര കണക്ഷൻ ഉണ്ടാവാന്ന് പറയും. ഇവിടെ വന്നപ്പോ എനിക്ക് കൺഫ്യൂസ് ചെയ്ത് ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യ കണക്റ്റഡ് ആണല്ലേ? അത് അവളുടെ അഭിനയം മാത്രമാണ്. അവള് 4 പേരെ കാണുമ്പം ഇങ്ങനെ അമ്മ മമ്മ എന്നൊക്കെ വിളിക്കുന്നതല്ലാതെ പപ്പ ഗേൾ ആണ്. ഓക്കെ, ഫുൾ ടൈം പപ്പ ഗേളാ. രാത്രിയില് ഞങ്ങൾ ഉറങ്ങാൻ അവള് നടുക്ക് കിടക്കും. ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറക്കും. സംസീർക്ക കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവളുടെ അടുത്ത് കിടക്കുക. തപ്പും പറഞ്ഞാൽ മനസ്സിലായോ? ഇങ്ങനെ നോക്കും, ഉണ്ടോ മീശ അവിടെ ഉണ്ടോ, താടി അവിടെ ഉണ്ടോ, അന്ന് ഇങ്ങനെ നോക്കും. എന്നിട്ടോ ഞാനിങ്ങനെ വിശാലമായി കിടക്കും. ഇവളിങ്ങനെ ഞൊഴഞ്ഞ് സംസീർക്കയുടെ നെഞ്ച തൊട്ടി കിടക്കുക. സംസീർക്ക തറയെ വീഴാൻ പോകുന്ന പോലെ കിടക്കുക. കുറച്ച് ഇത്ര സ്പേസ് ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോ എനിക്ക് സ്ട്രൈറ്റ് പോലും കിടക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെരിഞ്ഞിട്ടാ കിടക്കുക. ഒന്നുകിൽ കാലുണ്ടാവും, അല്ലെങ്കിൽ കൈ ഉണ്ടാവും, തല ഉണ്ടാവും, ഇങ്ങനെ കാലിങ്ങോട്ടായിരിക്കും. എനിക്ക് അത്ര സ്ഥലം കിട്ടില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കൊരു എല്ലാരും ചോദിക്കും വർക്കും പിന്നെ ബേബി ഫാമിലി ലൈഫ് എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. സത്യം പറഞ്ഞാല് മോള് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഇക്കായോട് എനിക്ക് വർക്കിന് പോകുമ്പം അത്രയും അങ്ങനെ സ്ട്രെസ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. കാര്യം
ഞാൻ അവള് ജനിച്ചപ്പോൾ മുതലേ ഫുൾ കാര്യങ്ങൾ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രഗിള് ഞാൻ സത്യം പറഞ്ഞാൽ അനുഭവിച്ചിട്ടില്ല. അല്ല, മോളുടെ എല്ലാ കാര്യത്തിനും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ മോളൊന്ന് 7-ാം മാസമാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയം ത്രൂ ഔട്ട് മോള് വന്ന് ഈ ഒരു സമയം വരെ നമ്മൾ എല്ലാ കാര്യത്തിനും രണ്ടുപേരും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട്. അത് മാറി നിന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഷെയർ ചെയ്തും അങ്ങനെ ടേക്ക് കെയർ ചെയ്താണ് പോകുന്നത്.